അവർക്ക് നല്ല കടുപ്പുണ്ട്. അല്ല ഇത് ആരാ ഇത്? യു അഗൈൻ. വേറൊരു മണി ടീമിന് ഞാൻ കൊടുക്കുന്നുണ്ട്. എന്റെ വായിന്നൊന്നും കേൾപ്പിക്കരുത്. നിനക്ക് അറിയില്ല എന്റെ പഴയ സ്വഭാവം. ആ മണിയോടാണ് ഞാൻ പറയുന്നത്. ഈ കുണ്ടന് ഞാൻ ഉപയോഗിച്ചതിന്റെ അങ്ങേ അറ്റം ഞാൻ ഉപയോഗിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലായില്ലേ? വെറുതെ ഇല്ലാത്ത പറഞ്ഞ് നടന്നാലല്ലോ കുരിപ്പ. ഓപ്പരം പഠിച്ചൊന്നും ഞാൻ നോക്കൂല. ചവിട്ടി ചുമരുമോ പറ്റിച്ചാലും അവർക്ക് നല്ല കടുപ്പുണ്ട്. മാറുന്നു. അല്ല ഇത് ആരാ ഈ പറയുന്നേ? പാന്റ് ഇല്ലാത്തവൻ ഷർട്ട് ഇല്ലാത്തവനെ കളിയാക്കുന്നു. അതൊരു ലാംഗ്വേജ് വെച്ചാൽ അട്ടർ ലാംഗ്വേജ് തേർഡ് റേറ്റ് ആളുകളുടെ അല്ല ഈ ഫൈറ്റില് നമ്മൾ പങ്കെടുക്കൂലോ അല്ലേ? ഞാനോ? എന്നാലും രസമുള്ളൂ. വെരി തേർഡ് ക്ലാസ്. തേർഡ് ക്ലാസ്. പട്ടി നാറി, നിന്റെ അടുത്ത് ഞാൻ എന്തോ ഉണ്ടാക്കാൻ വന്നു? ഞാൻ നിന്റെ വീട്ടിനകത്ത് വന്നോ? നിന്റെ കുടുംബത്ത് കയറി വന്നോ? ഇല്ലല്ലോ. ഓൺലൈൻ മീഡിയസിലൊക്കെ വന്നിരുന്ന് പറയുമ്പം കുറച്ചൊക്കെ ആലോചിക്കണം. വീട്ടിലെ സ്വന്തം ഒരു ഫാമിലി ഉണ്ടായിട്ട് ആ വീഡിയോ വീട്ടുകാരി കാണുന്നില്ലേ? അവന്റെ അമ്മ അച്ഛൻ കാണുന്നില്ല, അവന്റെ ഭാര്യ കുട്ടികള് ആരോ കാണുന്നില്ലേ? ഞാൻ ഇനിയും ചീത്ത വിളിക്കും. ചീത്ത വിളിക്കേണ്ട സാഹചര്യങ്ങളാണെന്നുണ്ടെങ്കിൽ വിളിച്ചിരിക്കും. ആലോചിച്ച് തന്നെ തരിച്ചു കയറുക. അൾട്ടിമേറ്റ്ലി ജാസിനെ ഇങ്ങനെ വേട്ടയാടുന്നുണ്ടല്ലോ സോഷ്യൽ മീഡിയയിൽ. അത് കാണുമ്പോ എന്ത് തോന്നുന്നു? നല്ലതല്ലേ? മിണ്ടാതെ ഇവിടെ അടങ്ങി ഒതുങ്ങി നിന്നോണം മരക്കഴുത. ഇപ്പോഴും ഞാൻ പറയട്ടെ, ഞാൻ എന്ത് സർജറി ആണ് ചെയ്തതെന്ന് റിവീൽ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. ഈ നാറി ഉണ്ടല്ലോ, ഈ ഇവന്റെ ഒപ്പരമുള്ള മറ്റേ കുണ്ടന്റെ ഒപ്പരം വെളിച്ചെണ്ണ ഉണ്ടാക്കി മൂഞ്ചാനും ഇത് ഈ നട്ടാ മുളക്കാത്ത നോണ പറയാനും മാത്രമാണ് ഈ ചെറ്റ വായി തുറക്കുന്നത്. എന്നെ കൊണ്ട് ഈ കളിയൊക്കെ കളിപ്പിച്ചത് നീയാ. അങ്ങനെ നീ മാത്രമായിട്ട് നല്ല കുഞ്ഞവൻ ഞാൻ സമ്മതിക്കില്ലടാ. പിന്നെ ഞാനൊരു 1 മില്യൺ ഉള്ള ആളെ കാണിച്ചു. നീ പിന്നെ എന്താ കാണിച്ചു? നീ ഞാൻ എന്ത് സർജറി ആണ് ചെയ്തതെന്ന് റിവീൽ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. ബ്രസ്റ്റ് ആണോ അണ്ടിയാണോ ഒന്നും താല്പര്യമില്ലോനെ. മനസ്സിലായില്ലേ? നീ ആരടാ? പെണ്ണുങ്ങളുടെ ഒപ്പം കളിക്കും ആണുങ്ങളുടെ ഒപ്പം കളിക്കും. നീ ആരടാ? സകലകലാവല്ലവനാ. ഗർഭത്തിന്റെ കാര്യം പറഞ്ഞിട്ട് ഞാൻ സ്ത്രീത്വത്തെ അപമാനിക്കാന്നൊക്കെ കൊണ്ട് ഞാൻ ചെയ്തത് എന്റെ റീൽസ് പരമായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ അത് ഒരു റീൽസ് ആയിട്ട് മാത്രം നിങ്ങൾ കണ്ടാൽ മതി, അല്ലെങ്കിൽ അതൊരു ചെറിയൊരു തമാശ രീതിയിൽ കണ്ടാൽ മതി. ഗർഭിണിയാവുന്നതിനെ നീ കളിയാക്കി നമ്മൾ തമാശയായിട്ട് കാണണം. സൗകര്യമില്ലടാ. ഇവനൊക്കെ ഉണ്ടാക്കിയ 4 വാഴ വെച്ചിരുന്നെങ്കിൽ അത്രയെങ്കിലും ഉപകാരം ഉണ്ടായി. തമാശയായിട്ട് കാണാൻ സൗകര്യമില്ല. പ്രസവിച്ചവർക്കും ആ പ്രസവ വേദന അനുഭവിച്ചവർക്കും സ്ത്രീയായിട്ട് ജീവിക്കുന്നവർക്കും അറിയാതെ. എനിക്കിത് എന്തിന്റെ കേടായിരുന്നു? എപ്പോഴും നമ്മള് ഫ്രണ്ട് പേജിൽ ഉണ്ടാവണം. വക്കീലേ, ആ കിടുതാപ്പ് സാറിന്റെ കയ്യിലോട്ട് കൊടുക്ക്. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. പോവാ. നല്ല മീൻനാറ്റമുണ്ട്. കുളിച്ച് മിടുക്കനായിട്ട് നിൽക്കുക. പണി ഞാൻ തരുന്നുണ്ട്. ഈ ഒരു അവസ്ഥയിൽ എങ്ങോട്ടാണ് ഇവരുടെ ഒരു പോക്ക്? സസ്ത്രീ ചെയ്തിട്ട് വരാം.